Hello friends, welcome to Taste Tips. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു കബാബാണ്, വെജിറ്റബിൾ കബാബ്. ഹരാബര കബാബ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തൊലി കളഞ്ഞ വെളുത്തുള്ളി 6-7 അല്ലി ചേർത്ത് ഇളക്കുക. അതിലേക്ക് 1 ഇഞ്ച് ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം ചെറിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഒരു സവാള, മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 പിടി പാലക് ചീര അല്ലെങ്കിൽ ഏതെങ്കിലും പച്ച കളറുള്ള ചീര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇലയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊന്ന് ആവി കയറ്റി എടുത്തതാണ്. ക്യാപ്സിക്കം 1/4 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗ്രീൻ പീസ് ആണ്. ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് 1/2 കപ്പ് വേവിച്ചെടുത്തത് ചേർക്കുക. ഒന്ന് ആവി കയറ്റി എടുത്തത് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലാത്തവർക്ക് നോർമൽ ഡ്രൈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് സാൾട്ടും അതുപോലെ തന്നെ. കബാബിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നതിനായിട്ടാണ് ബ്ലാക്ക് സാൾട്ടും ചാറ്റ് മസാലയും ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ഒന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില, ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് നല്ല പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, എന്നാൽ എല്ലാം അരഞ്ഞു കിട്ടുകയും വേണം. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിലേക്ക് 2 പൊട്ടറ്റോ, ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് ബ്രെഡിൻ്റെ പൊടി, ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കബാബിൻ്റെ പരുവത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്നട്ടും വേണം, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബൗൾസാക്കി നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. ഓരോ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒരേ ഷേപ്പിൽ നല്ല കബാബിൻ്റെ കട്ടി അറിയാമല്ലോ, കട്ട്ലറ്റിൻ്റെയൊക്കെ അതേപോലെ തന്നെ തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ എനിക്കൊരു 8 കബാബ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു കബാബ് ഒന്ന് ഇട്ട് നോക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് പറ്റുന്നത്രയും ചേർത്ത് കൊടുക്കുക. 4 എണ്ണം വരെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് ഇട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്, കാരണം ഇത് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് ഒരുപാട് അനക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ നിറമായി തുടങ്ങുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ബ്രൗൺ ആയി മാറാൻ നിൽക്കേണ്ട. ഇതൊരു പച്ച കളറിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഔട്ടർ ഒരു ഗോൾഡൻ, ബ്രെഡ് ക്രംസ് എല്ലാം ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് നമുക്കൊരു സ്നാക്ക് ഐറ്റം ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു സ്റ്റാർട്ടർ ആയിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കബാബാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.